Hello all, my name is Jasim Muhammad Anas. I am the current affair faculty at Gallant IAS. UPSC പ്രിപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് എഡിറ്റോറിയലുകളെ വായിച്ചിട്ട് അതിനെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. ആ പ്രോബ്ലത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഗാലന്റ് IAS ഡീകോഡ് എന്നുള്ള ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാണ്, വെയർ വി വിൽ ഡീക്ലട്ടർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദി എക്സാമിനേഷൻസ് ഫ്രം ദി ആർട്ടിക്കിൾസ് ഓർ ദി എഡിറ്റോറിയൽസ്. ഇന്ന് നമ്മൾ എടുക്കുന്ന എഡിറ്റോറിയൽ ഇസ് ടൈറ്റിൽഡ് ടു ബിക്കം എ ഡെവലപ്ഡ് എക്കണോമി വി റിക്വയർ 4 റിഫോംസ്. ഇൻഫാക്ട് ഇറ്റ് വാസ് റിട്ടൺ ബൈ റൂപ കുഡ്വ. മാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ പറഞ്ഞുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ ഇന്ത്യസ് ആംബിഷൻ ടു ബിക്കം എ 7 to 10 trillion എക്കണോമി ഓവർ ദി നെക്സ്റ്റ് ഡിക്കേഡ് ആൻഡ് എ ഡെവലപ്ഡ് എക്കണോമി ബൈ 2047 ഇസ് നൗ ദ സെൻട്രൽ ടു എക്കണോമിക് അജണ്ട. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു 4 trillion എക്കണോമിയിലാണ്. ആസ് യു ഓൾ നോ, നമ്മൾ 4th ആണ് നമ്മൾ നോമിനൽ GDP ടേംസിൽ നോക്കുമ്പോഴത്തേക്കും, ആൻഡ് റിയൽ GDP ടേംസിൽ നോക്കുമ്പോൾ നമ്മൾ 3rd ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഒരു 7 trillion എക്കണോമി അല്ലെങ്കിൽ ഒരു 10 trillion എക്കണോമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിന്റെ സെൻട്രാലിറ്റി എന്താണെന്നുള്ളതാണ് രൂപ മാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 4 പ്രയോറിറ്റികളാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി രീതിയിൽ പറയുന്നത് റീബിൽഡ് ദി ലോങ് ടേം ഡൊമസ്റ്റിക് സേവിങ്സ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആർഗ്യുമെന്റിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഡൊമസ്റ്റിക് സേവിങ്സിനെ നമ്മൾ എന്തിന് ബൂസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഡൊമസ്റ്റിക് സേവിങ്സ് നമ്മൾ ചെയ്യുന്നത് ഏതിന്റെ രൂപത്തിലാണ്? ലോങ് ടേം പെൻഷൻസ്, അതുപോലെ ഇൻഷുറൻസ് ഫണ്ട്സ്, ഇതിന്റെയൊക്കെ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് ഫണ്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൗസ് ഹോൾഡുകൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ അനന്തരഫലം എന്താണ്? ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ആ ഉണ്ടാവുന്ന കോർപ്പസിൽ നിന്ന് ഒരുപാട് ലെൻഡിങ് സംഭവിക്കുകയും ആ ലെൻഡിങ്ങിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എന്താണ് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ ഡൊമസ്റ്റിക് സേവിങ്സ് ക്രിട്ടിക്കലി ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ എക്കണോമിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ദ കൺസേൺ ഹിയർ രൂപ മാം ഇസ് carrying out is പറയുന്നത് this net financial household savings decade low of 5.3% of GDP വരെ എന്ത് ചെയ്യുന്നുണ്ട്? ലോവർ ആവുന്നുണ്ടെന്നാണ്. അപ്പൊ ഇത്രയും താഴത്തേക്ക് ഡിക്കേഡ് ലോയിലേക്ക് എന്ത് പോവാണ്? നെറ്റ് ഫിനാൻഷ്യൽ ഹൗസ് ഹോൾഡ് സേവിങ്സ് പോവാണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദ നെറ്റ് ഫിനാൻഷ്യൽ ഹൗസ് ഹോൾഡ് സേവിങ്സ് താഴെ പോകാൻ പല കാരണങ്ങളുണ്ട്. വൺ ഓഫ് ദ റീസൺ ഇസ് ദി ജെൻസി കൾച്ചർ ഓഫ് കൺസ്യൂമറിസം. അതുപോലെ ഏതാണ് വൺ ലൈഫ് യോലോ കൾച്ചർ എന്ന് പറയുമ്പോൾ യു ലീവ് ഓൺലി വൺ ലൈഫ് കൾച്ചർ. അതുകൊണ്ട് ആൾക്കാർ എന്തിലേക്ക് ഒരുപാട് തിരിയുന്നില്ല? സേവിങ്സ് മെന്റാലിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല? കൂടുതൽ തിരിയുന്നില്ല. സേവിങ്സ് മെന്റാലിറ്റിയിലേക്ക് തിരിയാത്തത് കാരണമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നെറ്റ് ഫിനാൻഷ്യൽ സേവിങ്സ് എന്താവുന്നത്? ഒരുപാട് താന്നു പോകുന്നത്. ഹാവിംഗ് സെഡ് സോ, മാം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വൈൽ ദ ഫിനാൻഷ്യലൈസേഷൻ ഹാസ് ഇൻക്രീസ്ഡ്. അതായത് എക്കണോമിയിലെ ഫിനാൻഷ്യലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. കാരണം നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലായാലും മ്യൂച്വൽ ഫണ്ട്സിലായാലും ഒക്കെ ഫിനാൻഷ്യലൈസേഷൻ വഴി ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ബൂസ്റ്റ് ആവുന്നുണ്ട്. ബട്ട് എന്ത് സംഭവിക്കുന്നില്ല? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പെൻഷൻ ഫണ്ട്സിലും ഇൻഷുറൻസ് ഫണ്ട്സിലും വരുന്നില്ല. അത് ബൂസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് മാമിന്റെ ആർഗ്യുമെന്റ്. സോ ദ ലോക്കൽ ലോങ് ടേം ആയിട്ടുള്ള ഡൊമസ്റ്റിക് സേവിങ്സിനെ ബൂസ്റ്റ് ചെയ്യുക. എങ്ങനെ നമ്മൾ സേവ് ചെയ്യും? നമ്മൾ എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം? വൈ ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസുകൾ എന്ത് ചെയ്യാൻ? ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Now, second നമ്മൾ മാം പറയുന്നത് ഷിഫ്റ്റ് ലോങ് ടെന്യൂർ ഫിനാൻസിങ് ഫ്രം ബാങ്ക്സ് ടു മാർക്കറ്റ്സ്. ഇവിടെയാണ് നമ്മൾ ഒരു ഫാക്ടർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ബാങ്കുകൾക്ക് ഇന്ത്യയിൽ എന്താണ് ഒരു പ്രശ്നമുള്ളത് എന്നുള്ളത്. ഫണ്ടമെന്റൽ പ്രോബ്ലം ബാങ്കുകൾ ഫേസ് ചെയ്യുന്നത് ദേ ഹാവ് എൻ അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. എന്താണ് ഈ അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്? ബാങ്കുകളുടെ അസറ്റ് എന്താണ്? മെയിൻലി ദേ ആർ ലോൺസ് ആണ്. അവരുടെ അസറ്റ്സ് അവരുടെ ലോൺസ് ആകുമ്പോഴത്തേക്കും അവരുടെ ഡെപ്പോസിറ്റ്സ് ആണ് അവരുടെ ലയബിലിറ്റീസ്. പ്രോബ്ലം എന്താണ്? അവർ കൊടുക്കുന്ന ലോണുകൾ എപ്പോഴും ലോങ്ങർ ടേം ആയിരിക്കും, ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്രയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അവരുടെ ലയബിലിറ്റി ആയിട്ടുള്ള ഡെപ്പോസിറ്റ് എന്താണ്? ഷോർട്ട് ടേം ഇൻ നേച്ചർ ആണ്. ലയബിലിറ്റി ഷോർട്ട് ടേമും പക്ഷെ അസറ്റ് എന്താണ്? ലോങ് ടേമും ആണ്. ഈ പറയുന്ന മിസ്മാച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡെപ്പോസിറ്റേഴ്സ് എല്ലാവരും കൂടി തിരിച്ച് അവരുടെ കാശ് വിഡ്രോ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് കാശ് ഉണ്ടാവും. കാരണം അവരുടെ അസറ്റ് എന്താണ്? അവർ ഈൽഡ് ചെയ്യുന്ന അസറ്റ് എന്താണ്? ലോങ് ടേമിലാണ്. ഈ അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച് ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കൺസ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ബാങ്കുകളാണ് ഇന്ത്യൻ എക്കണോമിയിലെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്? ക്യാരി ഔട്ട് ചെയ്യുന്നത്. രൂപ മാം ഇതിൽ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ലോണുകളും ഡെവലപ്മെന്റും ആരിൽ നിന്നൊക്കെ ആക്കണം? നമ്മുടെ ബാങ്കുകളിൽ നിന്ന് നമ്മൾ കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് മാർക്കാമെന്ന്. അതായത് നമ്മൾ ഓൾട്ടർനേറ്റ് ഫിനാൻസിങ് മെക്കാനിസംസ്, കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റുകൾ, ഇതിലേക്കായിരിക്കണം, ലോങ് ടേം ഫിനാൻസിംഗിലേക്കായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, ബാങ്ക്സ് ആർ ഇമ്പോർട്ടന്റ് ആസ് മാം കോഡ്സ്. നോക്ക്, ബാങ്ക് നമുക്ക് ക്യാപിറ്റൽ, റീറ്റെയിൽ ക്രെഡിറ്റ്, MSMEസിനൊക്കെ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്.
ബട്ട് എന്താണ് അതിൻ്റെയൊക്കെ അസറ്റ് ലയബിലിറ്റി നേച്ചർ എങ്ങനെയാണ്? സെയിം ആണ്. അസറ്റും ലയബിലിറ്റി നേച്ചർ സെയിം ആണ്. ബട്ട് ഹിയർ പ്രശ്നം എന്താണ്? ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ ആകുമ്പോഴത്തേക്കും അസറ്റ് എപ്പോഴും ലോങ് ടേമും, അതായത് അതുപോലെ തന്നെ ലയബിലിറ്റി, ബാങ്കിൽ ലയബിലിറ്റി എന്താണ്? ഷോർട്ട് ടേം ആണ്. സോ വി ഹാവ് ടു ഡീപ്പൻ അവർ കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് എന്നാണ് രൂപ മാം ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. Third one ma'am is highlighting is about the ICOR, incremental capital output ratio. As you have seen, incremental capital output ratio is roughly around 4 to 5.5%. The problem here is നമ്മൾ എത്ര ക്യാപിറ്റൽ ഇൻപുട്ട് ചെയ്യുന്നു എന്നല്ല, നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഇന്ത്യയിലെ റെഗുലേറ്ററി ഹേർഡിൽസും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രോബ്ലംസും ഒക്കെ കാരണം എന്താണ്? നമ്മൾ ഒരുപാട് ക്യാപിറ്റൽ ഇട്ടാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരുപാട് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർ സിസ്റ്റമിക് ആയിട്ടുള്ള ഇഷ്യൂസ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാണ്, അഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ ആസ് ഷി മെൻഷൻ ദ ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ICORനെ ഡെവലപ്പ് ചെയ്യുന്ന നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇൻസിഡന്റലി ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ട്വീക്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീവാമ്പ് ചെയ്യാൻ പറ്റും. So the first three arguments, first argument is domestic savings ne boost cheya, second ne nammal ബാങ്കുകളിൽ നിന്ന് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് നമ്മൾ ഡീപ്പൻ ചെയ്യുക, തേർഡ് നമ്മൾ ICORൽ ഫോക്കസ് ചെയ്യുക. നാലാമതായിട്ട് മാം മെൻഷൻ ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് നമ്മൾ ഡീപ് ടെക് സ്റ്റാർട്ടപ്സിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഈ ഡീപ് ടെക് സ്റ്റാർട്ടപ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഗസി ആയിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിന് ഒരുപാട് കാലം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡീപ് ടെക് ഇൻഡസ്ട്രീസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്പേസ് സെക്ടറിലെ പ്രൈവറ്റൈസേഷന് ശേഷം നമുക്ക് കാണാൻ പറ്റും സ്കൈ റൂട്ട് ലാബ്സ്, അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ സ്വന്തമായിട്ട്, ചെറിയ കമ്പനികൾ, ജസ്റ്റ് സ്റ്റാർട്ടപ്സ്, ബട്ട് ദി ആർ ഡൂയിങ് ഫിനോമിനലി ഗുഡ് ഇൻ ദി ഡീപ് ടെക് സെക്ടേഴ്സ്. അപ്പോൾ ഡീപ് ടെക് സെക്ടേഴ്സിനാണ് സത്യത്തിൽ നമ്മുടെ ICOR ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനെയും കുറേയും കൂടെ എന്ത് ചെയ്യാൻ പറ്റുക, ബെറ്റർ ആയിട്ട് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. സോ ഡീപ് ടെക് സ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്സും എന്താവുന്നു, ഇമ്പോർട്ടന്റ് ആവുന്നു. ഈ 4 കാര്യങ്ങളാണ് മാം ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ 7 trillion എക്കണോമി ടു 10 trillion എക്കണോമി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് റിപ്പീറ്റ് വൺസ് മോർ. എന്തൊക്കെയാണ്? നമ്മുടെ ഡൊമസ്റ്റിക് സേവിങ്സിനെ ബൂസ്റ്റ് ചെയ്യുക, 2 ക്യാപിറ്റൽ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ബൂസ്റ്റ് ചെയ്യുക, കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിനെ ഡീപ്പൻ ചെയ്യുക, 4 നമ്മുടെ ഡീപ് ടെക് സ്റ്റാർട്ടപ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഷീ ബിലീവ്സ് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 to 10 trillion എക്കണോമി നമുക്ക് എന്താണ്, ഈസിലി അച്ചീവബിൾ ആണെന്നാണ് പറയുന്നത്. ഹാവിങ് സേഡ് സോ, ഇതെല്ലാം കൺസ്ട്രെയിൻസ് ഇല്ലാതെയല്ല, ഇതിലെല്ലാം എന്തുണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ കൺസ്ട്രെയിൻസിനെ മറികടന്നുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, 7 to 10 trillion എക്കണോമിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അച്ചീവ് ചെയ്യാൻ പറ്റുക. ഹോപ്പ് യു ലൈക്ക് ദിസ് ഇനീഷ്യേറ്റീവ്. ഇതായിരുന്നു ആർട്ടിക്കിളുടെ ഒരു സാരാംശം. നിങ്ങൾക്ക് ആ ഒരു ക്രക്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി ഇനിയൊന്ന് ആർട്ടിക്കിൾ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കൂടി ഡീപ്പർ ആയിട്ടുള്ള ആർട്ടിക്കിൾ നിന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. I hope you have got some kind of knowledge from the discussion. We'll come again with such videos to understand more in detail the global geopolitical issues, etc. on the basis of our editorials. I hope you will also share your opinions on how we can boost the Indian economy in the comment section. Having said so, I wish all you best of luck. Thank you. Gallant IAS, chasing your passion to ace.